എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, പോഷൻ മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് അഥവാ സാമൂഹികാധിഷ്ഠിത പരിപാടികൾ. മാസത്തിൽ 2 തീമുകളായി 2 CB ആണ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളെ പങ്കെടുപ്പിക്കുന്ന പരിപാടികൾ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തെ 2ാമത്തെ CB നമുക്ക് 28-ാം തീയതിയാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കേണ്ടത്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ 2 ആഴ്ചക്കാലം പോഷൻ പക്കാടിയുടെ ഭാഗമായിക്കൊണ്ട് 5 തീമുകളെ നമ്മൾ ആസ്പദമാക്കി ഒരുപാട് പ്രവർത്തനങ്ങളാണ് ചെയ്ത് പൂർത്തിയാക്കിയത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു തീമായിരുന്നു ഏർലി സ്റ്റിമുലേഷൻ ഫോർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടികളിലെ ബുദ്ധിവികാസം വളർത്തിയെടുക്കുക എന്നുള്ളൊരു തീമാണ് നമ്മൾ ഫോളോ ചെയ്തതും അതിനെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളും അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു CB സംഘടിപ്പിക്കുന്ന സമയം നമുക്ക് വിഷയമായി എടുക്കേണ്ടത് കുട്ടികളുടെ ബുദ്ധിവികാസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, രക്ഷിതാക്കൾക്കും സമൂഹത്തിലെ മറ്റ് ഗുണഭോക്താക്കൾക്കും നമ്മൾ എന്തറിവാണ് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ എല്ലാം തന്നെ പോഷൻ ട്രാക്കർ എൻട്രി കൂടി ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി അറിഞ്ഞ് തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും വേണ്ട നോട്ടുകൾ നമ്മൾ ഈ സെഷനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി മനസ്സിലാക്കി പഠിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഗുണഭോക്താക്കൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ തുടർന്ന് പോഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ CBയുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക. നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയ അപ്ഡേഷനിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പാക്കണം. അതിനുശേഷം മോർ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുന്നു. മോർ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ പരിപാടികളെന്നോ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. ആ സമയം തന്നെ നമുക്ക് CB എന്നുള്ളൊരു ടാബ് പ്രത്യക്ഷമായി വരും. ആ CB ടാബ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആദ്യത്തെ CB 23-ാം തീയതി നടത്തിയത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ട് താഴെ ആഡ് CB എന്ന ബട്ടൺ നിങ്ങൾക്ക് മുന്നിലെത്തും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം 2ാമത് നമ്മൾ നടത്തിയ CB മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത ഭാഗം ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള കലണ്ടർ ബട്ടൺ വരും. ആ കലണ്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് 28/4 എന്നുള്ളത് തന്നെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ CBയും 2ാമത്തെ CBയുടെയും തീം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് തന്നെയാണ്. അത് മാറ്റമില്ല. തെറ്റുകൂടാതെ CB തിരഞ്ഞെടുക്കുന്ന സമയം, ഡേറ്റ് തിരഞ്ഞെടുക്കുന്ന സമയം ഒന്ന് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നടത്തിയ CBയുടെ പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി ടീച്ചേഴ്സിന് അന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കുന്നതിനും അതിനുശേഷം റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും ഉപകരിക്കുന്ന നോട്ട്സാണ് ഇനി നമ്മൾ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി അത് മനസ്സിലാക്കുന്നതിന് തുടരുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഈ സന്ദേശം CBയുടെ നോട്ട്സും ഡീറ്റെയിൽസൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.